ഇന്ന് അത്തം 10 നാൾ നീണ്ടു നിൽക്കുന്ന ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണിന്ന്. 8-ാം തീയതിയാണ് തിരുവോണം. പൂക്കളമൊരുക്കി മലയാളി ഓണത്തെ വരവേൽക്കുകയാണ്. കുന്നും മലയും പാടവും ഒക്കെ താണ്ടി പൂക്കൾ തേടിപ്പോകുന്ന കാഴ്ചകൾ ഇന്ന് അന്യമാണ്. മറുനാട്ടിൽ നിന്നെത്തുന്ന പൂക്കളാണ് മലയാളിയുടെ പൂക്കളത്തിൽ നിറയുന്നത്. കോവിഡ് മൂലം കഴിഞ്ഞ 2 വർഷം കാര്യമായി പൂക്കളമൊരുക്കാൻ മലയാളിക്ക് കഴിഞ്ഞിരുന്നില്ല. ഇത്തവണ പൊന്നോണ പൂവിളി സജീവമാകും. അത്തം 10-നാണ് പൊന്നോണം. ഇത്തവണ മലയാളി തിരുവോണം ആഘോഷിക്കുക സെപ്റ്റംബർ 8-നാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഓണാഘോഷത്തിന് തുടക്കം കുറിച്ച് തൃപ്പൂണിത്തുറയിൽ ഇന്ന് അത്തച്ചമയം. പ്രളയത്തിനും കോവിഡ് നിയന്ത്രണത്തിനും ശേഷം ഇത്തവണ വിപുലമായാണ് അത്തച്ചമയ ആഘോഷം. ഒരുക്കങ്ങൾ പൂർത്തിയായെങ്കിലും മഴ ഭീഷണിയുണ്ട്. ഇന്ന് പുലർച്ചെ കൊച്ചിയിൽ കനത്ത മഴയായിരുന്നു. വിശദാംശങ്ങൾ സുവി വിശ്വനാഥൻ നൽകും. സുവി, നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോവിഡിനും പ്രളയത്തിനുമെല്ലാം ശേഷം എത്തുന്ന ഒരു ഓണക്കാലമാണ്. എങ്ങനെയാണ് അവിടെ ആഘോഷങ്ങൾ, എങ്ങനെയാണ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്? രഞ്ജിനി പറഞ്ഞതുപോലെ തന്നെ കോവിഡിനും പ്രളയത്തിനു ശേഷം ഒരു പൊന്നോണക്കാലം കൂടി വന്നെത്തിയിരിക്കുകയാണ്. ആ പൊന്നോണം വലിയ തോതിൽ ആഘോഷിക്കാൻ സർക്കാരും നാട്ടുകാരും തയ്യാറെടുക്കുന്നതിനിടയിലാണ് ഇപ്പോൾ മഴ ഭീഷണിയായി എത്തിയിരിക്കുന്നത്. തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയ കാഴ്ചകളാണ് ഞാൻ ഇവിടെ കാണാൻ കഴിയുന്നത്. പുലിക്കളിക്ക് വേണ്ടി കലാകാരന്മാർ എല്ലാം തന്നെ തയ്യാറായി നിൽക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. ഏതായാലും കലാകാരന്മാരുടെ ഭാഗത്തു നിന്ന് വലിയ നിരാശ ഉണ്ടാകുന്നുണ്ട്. എങ്കിലും പരമാവധി ഈ കലാരൂപങ്ങൾ പ്രദർശിപ്പിക്കാൻ അവസരം നൽകണം എന്ന് തന്നെയാണ് നഗരസഭ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും 9 മണിക്കായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ തീരുമാനിച്ചിരുന്നത്. എന്നാൽ അത് നടത്താൻ സാധിച്ചിട്ടില്ല. മന്ത്രി VN വാസവനാണ് ഈ അത്തച്ചമയത്തിന്റെ കൊടി ഉയർത്തേണ്ടത്. അദ്ദേഹമെല്ലാം തയ്യാറായിട്ടുണ്ടെങ്കിലും മഴ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണ് തൃപ്പൂണിത്തുറയിൽ ഉള്ളത്. തൃപ്പൂണിത്തുറയിൽ മഴ കുറഞ്ഞാൽ ഒന്നും തന്നെ മാറ്റമില്ലാതെ തുടരും എന്നാണ് പറയുന്നത്. ഏതായാലും കലാകാരന്മാരുടെ ഭാഗത്തു നിന്ന് വലിയ നിരാശയുണ്ടാകുന്നുണ്ട്. ഏതായാലും നിരവധി കലാകാരന്മാരാണ് ഇവിടെ തയ്യാറായി നിൽക്കുന്നത്. നമുക്ക് ചോദിക്കാം, ഈ മഴ പെയ്യുന്നു എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടോ? മഴ നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം വേഷം അണിഞ്ഞു കഴിഞ്ഞാൽ കളറൊക്കെ എഴുതുന്നതാണ്. അപ്പോൾ അത് ഒലിച്ചു പോവില്ല. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. വേറെ കാര്യമായിട്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് എന്ത് കലാരൂപമാണ്? ഇത് തിറ എന്ന് പറയും. തിറ പാലക്കാട് വള്ളുവനാടൻ പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന പ്രധാന കലാരൂപമാണ്. നമ്മൾ ഇവിടെ അത്തച്ചമയത്തിന് ആദ്യമായിട്ടാണ്. പ്രോഗ്രാം ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടെങ്കിലും കാണാൻ വരാറുണ്ട്. പ്രോഗ്രാം ചെയ്യുന്ന ആദ്യമായിട്ടാണ്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇത്തവണ വന്നത്. പ്രതീക്ഷയോട് കൂടി തന്നെയാണ്. നമ്മളിവിടെ ആദ്യമായിട്ടാണ് പ്രോഗ്രാം വരുന്നത്. പ്രതീക്ഷ ഉണ്ട്. എന്തായാലും മഴ മാറുന്നതിന് പ്രതീക്ഷ. മഴ മാറുന്നതാണോ പ്രതീക്ഷ? മഴ മാറും. മഴ മാറി നമുക്ക് നല്ല അനുകൂലങ്ങൾ കിട്ടുമല്ലോ. മഴ മാറും. വലിയ പ്രതീക്ഷയിലാണ് കലാകാരന്മാരുള്ളത്. ഏതായാലും തിറ, പടയണി, തെയ്യം ഉൾപ്പെടെയുള്ള എല്ലാവരും തന്നെ ഇവിടെ തയ്യാറായി നിൽക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഒരു തെയ്യം കലാകാരനെയാണ്. അദ്ദേഹം കോഴിക്കോട് നിന്നാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, ഈ മഴ മാറി ഇത്തവണ തെയ്യം അരങ്ങേറുന്നത് പ്രതീക്ഷിക്കുന്നുണ്ടോ? മഴ കാലാവസ്ഥ മാറും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. നേരത്തെ കാലത്തെ പുറപ്പെട്ട് നിൽക്കുകയാണ്. പിന്നെ എന്താ വെച്ചാൽ ഒരു വർഷം ഇതിനു മുന്നേ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അന്ന് പരിപാടി ക്യാൻസലായതാണ്. പിന്നെ എന്താ വെച്ചാൽ ഒരു ഭാഗ്യമായിട്ടാണ് ഈ സന്ദർഭത്തെ ഞാൻ കാണുന്നത്. ഇതെന്ത് തെയ്യമാണ്? ഇത് മലബാറിലെ അനുഷ്ഠാന കലയാണ്. രക്തചാമുണ്ടി തെയ്യാണിത്. ഇപ്പം ഞങ്ങൾ ഏതാണ്ട് 30 വർഷത്തോളമായി ഇവിടെ തെയ്യായിട്ട് വരുന്നുണ്ട്. ഇത് ഞങ്ങളൊരു മോണിറ്ററി ബെനിഫിറ്റ് ഒന്നും പ്രതീക്ഷിച്ചിട്ട് വരുന്നതല്ല. ഞങ്ങൾ തൃപ്പൂണിത്തുറയിലെ ചരിത്രപ്രസിദ്ധമായ അത്തച്ചമയത്തിന് പങ്കെടുക്കാനുള്ള ആഗ്രഹം കൊണ്ട് വരുന്നതാണ് ഞങ്ങൾ. ഇത് രക്തചാമുണ്ടിയാണ്. അതോടൊപ്പം ഒരു നാഗഭഗവതി തെയ്യം അണിയറയിൽ ഉണ്ട്. അതിപ്പം വരും ഇങ്ങോട്ട്. ഇപ്പം ഞങ്ങൾ മലബാറിൽ നിന്നുള്ള കലാകാരന്മാരാണ്. എൻ്റെ പേര് ശ്രീനിവാസൻ, കോഴിക്കോട്. എന്താ ഈ രക്തചാമുണ്ടിയുടെ? രക്തചാമുണ്ടി എന്ന് പറഞ്ഞാൽ മലബാറിലെ കാവുകളിൽ മാത്രം കെട്ടിയാടപ്പെടുന്ന ഒരു തെയ്യാണ് രക്തചാമുണ്ടി, അല്ലെങ്കിൽ രക്തേശ്വരി, അല്ലെങ്കിൽ പഞ്ചുരുളി എന്ന് പറയും. ഇനെന്താ വേണ്ടത്? എല്ലാ തവണയും വരാറുണ്ട്.
ഏതാണ്ട് 30 വർഷത്തോളമായി ഞങ്ങൾ ഈ ഗ്രൗണ്ടിൽ വരാറുണ്ട് തെയ്യങ്ങളായിട്ട്. മഴ ഒരു ഭീഷണിയല്ലേ ഇത്തവണ? മഴ ഒരു ഭീഷണിയാണ്. ഞങ്ങളെ കോസ്റ്റ്യൂംസ് എല്ലാം നഷ്ടപ്പെട്ടു പോകും, അങ്ങനെ ഒരു ആശങ്ക ഉണ്ട്. ഏതായാലും നിരാശയുണ്ട്. കോഴിക്കോട് നിന്ന് എത്തിയതാണ് ഈ കലാകാരന്മാർ. കഴിഞ്ഞ ഏറെ നാളുകളായി ഇവിടെ അദ്ദേഹം ഈ കലാരൂപവുമായി എത്താറുണ്ട് എന്നാണ് പറയുന്നത്. ഏതായാലും അണിയറയിൽ നിരവധി കലാകാരന്മാരാണ് തയ്യാറായി നിൽക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് ഒരു ചരിത്രപരമായ ഒരു പ്രസക്തി കൂടിയുണ്ട്. പണ്ട് രാജഭരണകാലത്ത് കൊച്ചി രാജാവ് ഈ പ്രജകളെ കാണാൻ വന്നിരുന്നത് ഈ ദിവസം ആയിരുന്നു. അത്തം നാളിൽ പ്രജകളെ കാണാൻ വരും. അദ്ദേഹം സർവ്വ സൈന്യത്തിന്റെ അകമ്പടിയോടുകൂടി വാദ്യഘോഷങ്ങളുടെ ോടുകൂടിയാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിച്ചേരാറുണ്ടായിരുന്നത്. അന്ന് ഈ ഹിൽ പാലസിലായിരുന്നു ഈ പരിപാടികൾ എല്ലാം, ഈ ആഘോഷങ്ങളെല്ലാം നടന്നിരുന്നത്. എന്നാൽ അതിനുശേഷം ഈ രാജഭരണം അവസാനിക്കുകയും മറ്റു സർക്കാർ ഭരണം വരികയും ചെയ്ത സാഹചര്യത്തിൽ 61-ലാണ് ഇതിനൊരു മാറ്റമുണ്ടാകുന്നത്. തുടർന്ന് ഓണം സംസ്ഥാനത്തിന്റെ ആഘോഷമായി ആഘോഷിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ച ഒരു സാഹചര്യത്തിൽ അത്തച്ചമയവും ആ രീതിയിൽ കൊണ്ടാടപ്പെട്ടു. ഒരു മതേതര ആഘോഷമായിട്ടാണ് ഇപ്പോൾ അത്തച്ചമയങ്ങൾ കൊണ്ടാടുന്നത്. ഏതായാലും കോഴിക്കോട് നിന്ന് എത്തിയ മറ്റൊരു തെയ്യം കലാകാരനാണ്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, എവിടെ നിന്നാണ് വരുന്നത്? ഏതാണ് തെയ്യം? കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഇത് മലബാറിലെ നാഗവഴി തെയ്യമാണ്. ക്ഷേത്രങ്ങളിൽ നടത്തി വരാൻ പോകുന്ന തെയ്യങ്ങളാണ്. പതിവായി വരാറുണ്ട്? പതിവായിട്ട് വരാറുണ്ട്. 2 വർഷമായി വരാറുണ്ട്. ഇത്തവണ മഴയാണ്. മഴയായതുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. 2 വർഷമായിട്ട് നമ്മൾ വരാത്ത ഇപ്രാവശ്യം വളരെ സന്തോഷത്തോടു കൂടി വന്നതാണ്. പക്ഷേ മഴേൻ്റെ ഒരു ഇതുകൊണ്ട് ഒരു പ്രയാസത്തിൽ നിൽക്കുകയാണ്. ഏതായാലും കഴിഞ്ഞ 2 വർഷമായി പ്രളയവും കോവിഡും, കഴിഞ്ഞ 4 വർഷമായി അതാണ് സുബി. എന്തായാലും മഴയുണ്ടെങ്കിൽ കൂടിയും 2018-ലും 2019-ലും പ്രളയമായിരുന്നു, അതിനുശേഷം കോവിഡ് ഭീതിയായിരുന്നു. അതിനെല്ലാം ശേഷം എത്തുന്ന ഒരു ഓണക്കാലമാണ്. അത് വിപുലമായി തന്നെ ആഘോഷിക്കുമ്പോൾ സജീവമായി തന്നെ അതിൽ പങ്കെടുക്കാൻ കഴിയുന്നതിന്റെ ഒരു സന്തോഷം കൂടി എല്ലാ കലാകാരന്മാരും പങ്കുവയ്ക്കുന്നുണ്ടല്ലേ? തീർച്ചയായും എല്ലാ കലാകാരന്മാരും അത് തന്നെയാണ് പങ്കുവെക്കുന്നത്. ഈ സജീവമായി ഇത്തവണ വലിയ ആഘോഷത്തോടുകൂടി അത്തച്ചമയ ഘോഷയാത്രയിൽ പങ്കെടുക്കാം എന്നാണ് ഏവരും പ്രതീക്ഷിച്ചിരുന്നത്. ഇവിടെ വന്ന കലാകാരന്മാരെല്ലാം തന്നെ പങ്കുവെക്കുന്നതും ആ അനുഭവം തന്നെയാണ്. പക്ഷേ ഈ മഴ മാറി നിൽക്കും. ഇപ്പോൾ മഴയ്ക്ക് അല്പം ശക്തി കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം ഈ പരിപാടികൾ ആരംഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിരവധി കലാകാരന്മാർ, 48ഓളം കലാരൂപങ്ങളാണ്, നാടൻ കലാരൂപങ്ങളാണ് ഇന്നിവിടെ പ്രദർശിപ്പിക്കുക എന്നാണ് അറിയിച്ചിരുന്നത്. ഫ്ലോട്ടുകളുണ്ട്. ഇതാ ഇവിടെ മാവേലി തയ്യാറായി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അത്തത്തിന് തന്നെ ഇങ്ങോട്ട് പോന്നു. അതെ, ഇങ്ങോട്ട് പോകുന്നു. അത്തം തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങോട്ട് പോകുന്നു. പക്ഷെ മഴ നമ്മളെ ആകെ ഒരു വല്ലാത്തിലാക്കി നിർത്തിയിരിക്കുകയാണ്. പ്രജകളെ കാണാനായിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ മഴ കൊണ്ട് പ്രജകളെല്ലാം അവിടെ ഇവിടെയൊക്കെ നിൽക്കുകയാണ്. നമ്മളൊന്ന് എന്താ ചെയ്യേണ്ടെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. മഴ മാറുമായിരിക്കും, ആ പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഘോഷയാത്ര നല്ല ഭംഗിയായിട്ട് നടക്കുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. 2018 വന്ന് പ്രളയമായിട്ട് പോയി, കോവിഡ് വന്ന്, ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും തുടങ്ങാനായിട്ടിരുന്നപ്പോഴാണ് ഇതുപോലെ മഴ വരുന്നത്. മഴ മാറുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. ഏതായാലും അത്തം നാളിൽ തന്നെ മഹാബലി ഇവിടേക്ക് എത്തി എന്നതാണ് മറ്റൊരു കാര്യം. ഏതായാലും വലിയ പ്രതീക്ഷയിലാണ് ഈ കലാകാരന്മാർ ഉള്ളത്. മഴ മാറി ഇതിന് ഒരു അവസരം ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ രാജകീയ വീഥിയിലൂടെ തീർച്ചയായും കലാകാരന്മാരെല്ലാം തന്നെ വലിയ പ്രതീക്ഷയിലാണ്. 2 വർഷത്തെ പ്രളയം, അതിനുശേഷമുള്ള കോവിഡ് ഭീതി, അതിനെല്ലാം ശേഷം എത്തുന്ന ഒരു ഓണക്കാലം വലിയ ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കലാകാരന്മാർ. മഴ ചെറിയൊരു ഭീഷണിയാകുന്നുണ്ടെങ്കിൽ പോലും അതിനെല്ലാം മറികടന്ന് നല്ല രീതിയിലുള്ള ആഘോഷം നടത്താൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ കൂടിയാണ് അവർ പങ്കുവയ്ക്കുന്നത്. സുവിയാണ് അവിടെ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്.